അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഭക്ഷണമാക്കി മാറ്റിയവരല്ലേ നമ്മൾ. അപ്പം ഇന്നത്തെ റെസിപ്പിയും പൊറോട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ചിക്കൻ കീമ സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കീമ പൊറോട്ട എന്ന് പറയുന്നത് നമുക്ക് ഡിന്നറിന് സെർവ് ചെയ്യാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. അതല്ല ഈവനിങ്ങിൽ ചായക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കീമ പൊറോട്ട ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പൊറോട്ടൻ്റെ മാവ് കുഴച്ചെടുക്കണം. അത് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചതുള്ളതുകൊണ്ട് കുഴക്കുന്നത് കാണിച്ചിട്ടില്ല. 2-3 വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പൊറോട്ടൻ്റെ മാവ് കുഴക്കുന്നതെന്ന്. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ ചിക്കൻ കീമയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കൈയോട്ട് തന്നെ പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വേവിച്ച ചിക്കനാണ്, എല്ലൊന്നും ഇല്ലാത്ത തനിയിറച്ചിയാണ് എടുത്തത്. പിന്നെ മുട്ട വേണം, ഓരോ പൊറോട്ടക്കും ഓരോ മുട്ട വേണം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ സവാളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചിക്കൻ കീമ ഉണ്ടാക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും പിന്നെ അതുപോലെ ചിക്കനും ഒക്കെ ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞ പോലെ ആയി വരുമ്പം നമ്മുടെ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഓയിൽ ചൂടായി വന്നപ്പം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി വലുതാണെങ്കിൽ 1 മതിയാവും. ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനിയിപ്പം സവാള ഒരുപാടങ്ങ് വഴന്ന പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാനായിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കാം. ഈ ഗരം മസാല ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുമ്പം തക്കാളിയിലും ഉള്ളിയിലും ഒക്കെ ആ ഒരു ഫ്ലേവർ അങ്ങ് പിടിച്ചോളും. ഇതൊരു 1 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. എന്നിട്ട് മൂടി തുറന്ന് നോക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ഈർപ്പമൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട്. അഥവാ ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്പൂണ് കൊണ്ടൊന്നങ്ങ് ഉടച്ചെടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം 1 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എരിവും അതുപോലെ ടേസ്റ്റും ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. പിന്നെ എരിവ് കൂടിയാലും കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക മുട്ടയൊക്കെ ചേർക്കുമ്പം ബാലൻസ് ആയിക്കോളും. ഇനി ആ ഒരു മല്ലീൻ്റെ ടേസ്റ്റും കളറും കൂടണ്ട, മുളകിൻ്റെ കളറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ മല്ലീൻ്റെ അളവ് കുറച്ചിട്ട് മുളകിൻ്റെ അളവ് അങ്ങ് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ മസാലപ്പൊടിയൊക്കെ എല്ലാത്തിലും അങ്ങ് പിടിച്ച് വന്നിട്ടുണ്ട്, നന്നായി മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറിയപ്പം ഞാനിതിലേക്ക് വേവിച്ചിട്ട് കൈകൊണ്ട് തന്നെ പിച്ചിയെടുത്തിട്ടുള്ള ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. എല്ലാം ഒന്ന് നന്നായി പിടിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ലൂസാവണ്ട. നല്ലൊരു ടൈറ്റായിട്ടുള്ള ആ ഒരു കീമയായിട്ടല്ലേ വേണ്ടത്. അപ്പം വെള്ളം കുറേ വേണ്ട, എന്നാലും ആ ഒരു മസാല എല്ലാത്തിലും പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ മസാല ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മസാലയൊക്കെ എല്ലാത്തിലും ചിക്കനിലൊക്കെ പിടിക്കും, നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. നെയ്യൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയത്. ഇതേ മെത്തേഡിൽ നമുക്ക് ചെമ്മീൻ്റെത് ഉണ്ടാക്കാം, ബീഫ് വേവിച്ചിട്ട് അങ്ങനെയും ഒരു കീമ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതൊന്നല്ല, വെജിറ്റേറിയൻസിനാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടൊരു മസാല ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊറോട്ടൻ്റെതൊന്ന് വീശിയെടുക്കാം. അപ്പം സാധാരണ നമ്മൾ പൊറോട്ട വീശുന്നത് പോലെ തന്നെ ഒരു ബോൾ എടുത്തിട്ട്, അത്യാവശ്യം വലിയ സൈസിലുള്ള പൊറോട്ടൻ്റെ സൈസിലുള്ള ബോൾ തന്നെയാണ്, അതെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വീശി അടിച്ചെടുക്കാം. അപ്പോൾ പൊറോട്ട വീശാൻ അറിയാത്തവരായിരിക്കും ഒരുപാട് പേര്, എനിക്കും അറിയില്ല, ഉമ്മ ചെയ്യുന്നതാണ് പൊറോട്ടൻ്റെ വീശലൊക്കെ. അപ്പം അറിയാത്തവർ ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക നേർമയായിട്ടങ്ങ് കൈകൊണ്ട് തന്നെ ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. അതല്ലെങ്കിൽ റോളർ എടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി.
ഇങ്ങനെ വലിച്ചെടുത്ത് പരത്തുമ്പം കീറിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. സൈഡൊക്കെ കട്ടായി പോയാലും പ്രശ്നമില്ല, നടുഭാഗമൊന്നും കട്ടാവാണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മാക്സിമം നേർമയായിട്ട് തന്നെ അങ്ങനെ അങ്ങ് വീശി പരത്തിയെടുക്കണം. അപ്പോൾ ഇതിപ്പം നേർമയായിട്ട് തന്നെ വീശിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് നേരെ ചൂടായി വന്ന കല്ലിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം പൊറോട്ട പരത്തുന്നതിന് മുമ്പ് തന്നെ കല്ല് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പിന്നെ പൊറോട്ട ഇങ്ങനെ വീശിയിട്ട് കുറേ സമയം അവിടെ വെക്കരുത്, ചൂടാകാനായിട്ട് കാത്തു നിൽക്കാനൊന്നും ആക്കരുത്. കല്ല് വെക്കുക, നന്നായി ചൂടാക്കുക, പൊറോട്ട വീശുക, എന്നിട്ട് ഉടനെ തന്നെ ഈ ചൂടായ കല്ലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം നന്നായിട്ട് സിമ്മാക്കി വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മസാല, ചിക്കൻ്റെ കീമ മസാല അങ്ങ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഒരു മുട്ട ഉടച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കീമയിലേക്ക് ആ മുട്ട ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പം ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് കീമ മസാല വെച്ച് അതിൻ്റെ മുകളിൽ ഒരു മുട്ട ഇട്ടിട്ട് മിക്സാക്കുകയാണ് ചെയ്യുക. ചിലർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ, നമുക്കിപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് എത്ര വേണം എന്നുള്ളത് അറിയാലോ മസാല. ആ ഒരു മസാല ഒരു ബൗളിൽ ഇട്ടിട്ട് ഒരു മുട്ടയും കൂടെ ഉടച്ചിട്ട് നന്നായിട്ട് അതിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ പൊറോട്ടയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പ്രശ്നമില്ല, ഈസി ആയിരിക്കും. ഇതിപ്പം ഞാൻ മുട്ട കീമയുമായിട്ട് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 ഭാഗത്തു നിന്നും നന്നായിട്ട് അങ്ങ് മടക്കിയെടുക്കുക. അപ്പം മുട്ട പുറത്തേക്ക് അങ്ങ് ആ ഒരു പൊറോട്ടൻ്റെ അളവൊന്നും അങ്ങ് പുറത്തേക്ക് കല്ലിലേക്ക് ഇറങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 ഭാഗത്തൊന്നും മടക്കിയിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ആ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വരും. കരിഞ്ഞ പോലെ ആവില്ല, നമ്മൾ ഫ്ലെയിം ഏറ്റവും സിമ്മാക്കിയിട്ടല്ലേ വെച്ചത്, അതുകൊണ്ട് കരിഞ്ഞു പോകില്ല. ആ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പം അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതേപോലെ തന്നെ മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി വെച്ചതുണ്ട്, അതും ഇതേപോലെ തന്നെ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 4 കോണും എന്ത് ചെയ്യണം, ഇതേപോലെ വെച്ചിട്ട് 4 കോണും ഇതേപോലെ കല്ലിലേക്ക് വെച്ചിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം തിന്നാനും നല്ല ആ ഒരു ക്രിസ്പി ആയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മൊരിയാനായിട്ട് കുറച്ച് സമയം ഒന്ന് കല്ലിൽ വെക്കണം. നോൺ സ്റ്റിക്കിനെക്കാട്ടിലും ഇരുമ്പ് കല്ലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പം ആ ചൂട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിത് മൊരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൈഡിലും എല്ലാ കോണിലും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കണം. അങ്ങനെ ഇപ്പം രണ്ടും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് ഇടാം. അടുത്തതും ഇതേപോലെ തന്നെ അങ്ങനെ അങ്ങ് ചുട്ടെടുക്കാം. അങ്ങനെ നോൺ വെജുകാർക്ക് നല്ല കിടിലൻ റെസിപ്പിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഡിന്നറിനാണെങ്കിൽ ഈ ഒരൊറ്റ ഒന്ന് തന്നെ ധാരാളമാണ്, വയറ് ഫില്ലാവും. പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇപ്പോൾ മുട്ടയും ചിക്കനും ഒന്നും പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് കുറച്ച് വെജിറ്റബിൾ മസാല വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. കൂടെ വേണമെങ്കിൽ നമുക്ക് മയണൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമോ വൈറ്റ് സോസോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ആ വെജിറ്റബിൾ മസാല തന്നെ നല്ല ധാരാളമാണ്, അത്രയും ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം, ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ എന്നുള്ളത്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് തിന്നാം. നല്ലൊരു കട്ടൻ ചായയോ അല്ലെങ്കിൽ മസാല ടീയോ ഉണ്ടെങ്കിൽ കുശാലായി. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് തിന്നാം. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കട്ട് ചെയ്ത് കിട്ടാനും പണിയുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ. അപ്പം പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈ മുൻസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.